നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ FB ആയിട്ട് പിന്നെയും കോണ്ടാക്ട് വന്നു ഇവള് നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം. പിന്നെ പറ സംസാരമായി. ഒരു ലോങ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പ്രപ്പോസ് ചെയ്തു. അപ്പോഴൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം മുമ്പ് ബാംഗ്ലൂർ അവിടെ വെച്ചിട്ട് പിന്നെയും കണ്ടുമുട്ടി, പിന്നെയും പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഒരു ഡേറ്റിന് പോകുന്നത് സമ്മതിച്ചു. അങ്ങനെ പോയി ചിക്കൻ ബിരിയാണി അടിച്ചു. താലി കെട്ടുമ്പോ ദൈവങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഇവളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു വാക്കാണ് ഞാൻ കൊടുക്കണേ, ഈ കുട്ടീനെ ഞാൻ ജീവിതകാലം മൊത്തം എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പായിരുന്നു. എനിക്ക് ആ ഒരു ഉറപ്പ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. താലി കെട്ടിയപ്പോൾ ഞാൻ ഒരു അനുവാദം പോലെ ചോദിച്ചതാണ്, കെട്ടിക്കോട്ടെ എന്നുള്ള രീതിക്ക്. അത് യെസ് പറഞ്ഞു. അപ്പൊ അത് നോക്കാൻ ഞാൻ ചമ്മയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ഡേ ആണെന്ന് അതിൻ്റെ മാരേജാണ്. It was pretty emotional moment, I can say, because I have seen her as a kid and now I am seeing her in a complete different format as a bride. അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ആളാണ് ശ്രീകുട്ടൻ. അതും ഒരു സന്തോഷമാണ്. അവളെ മനസ്സിലാക്കാനും എല്ലാം സാധിച്ച ഒരാളെ തന്നെ അവൾക്ക് കിട്ടി. അങ്ങനെ ഒരാളെ കൈപിടിച്ചു കൊടുക്കാൻ സാധിച്ചതും ഭാഗ്യം.